ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മുടെ ഗൗതം വല്ലാത്തൊരവസ്ഥയിലാട്ടോ ഉള്ളത്. അപ്പം ഗൗതത്തിന് ഇപ്പൊ ഡൗട്ടാണ്. യെസ്സോ നോയോ ഒന്നും പറഞ്ഞിട്ടില്ല ആ കുട്ടിയുടെ ചോദ്യത്തിന്, എന്നെ അഡോപ്റ്റ് ചെയ്യുമോ എന്ന ആ ചോദ്യത്തിന്. അപ്പൊ അതും കൊണ്ട് രാത്രിയൊക്കെ ഉറക്കം കിട്ടാതെ ഇങ്ങനെ നമ്മുടെ ഗൗതം വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടയിൽ നന്ദുമോൻ വന്നിട്ട് നമുക്ക് ഗൗരിമോളെ അഡോപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വാശി പിടിക്കുന്ന ഒരവസ്ഥ. ആ കുട്ടിക്ക് ഗൗരിമോളോടുള്ള സ്നേഹവും അതുപോലെ തന്നെ നമ്മുടെ നന്ദ ഡോക്ടറിനോടുള്ള സ്നേഹവും ഒക്കെ കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറയുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങളും അതിനോടൊപ്പം തന്നെ വേറൊരു വലിയ ട്വിസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ പവിത്രയ്ക്ക് 8ന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പവിത്രയ്ക്ക് കുട്ടികൾ ഉണ്ടാവില്ല, ഇവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇരുന്നത്. അപ്പൊ അതിന്റെ ചികിത്സയിലായിരുന്നു. അപ്പൊ ആ ക്ലിനിക്കിൽ പോയേക്കായിരുന്നു. അപ്പൊ അവിടുത്തെ ഡോക്ടർ രഹസ്യമായിട്ടും നമ്മുടെ അരുണിനോട് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. പവിത്രയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല, പവിത്രയ്ക്ക് കുട്ടികളൊക്കെ ഉണ്ടാകും, യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ പ്രശ്നം ആർക്കാണ്? അരുണിനാണ്. നിനക്കാണ് പ്രശ്നം. അരുണെ, നിനക്ക് വലിയൊരു പ്രശ്നമുണ്ട്. ടെസ്റ്റുകളൊക്കെ നടത്തിയതാണല്ലോ, നിനക്ക് കുട്ടികൾ ഉണ്ടാവില്ല. നമ്മുടെ പവിത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ വലിയ ടെസ്റ്റ് സംഭവിക്കുന്നത്. നമ്മുടെ പവിത്ര ഗർഭിണിയാണല്ലോ. അപ്പൊ എങ്ങനെ അരുണിന് കുട്ടി ഉണ്ടാവില്ലല്ലോ, പിന്നെ എങ്ങനെ പവിത്രയ്ക്ക് കുട്ടി ഉണ്ടായി? നമ്മുടെ അരുൺ അങ്ങനെ ചിന്തിക്കൂലോ. ഡോക്ടർ പറയുന്നൊക്കെ കേട്ടിട്ട് നമ്മുടെ അരുൺ വല്ലാത്തൊരു ഷോക്കോട് കൂടിയാണ് അതിനകത്ത് നിന്ന് ഇറങ്ങുന്നത്. ഏതായാലും ഡോക്ടറിന്റെ റൂമിനകത്ത് നിന്ന് ഇറങ്ങി വന്ന അരുണ് വേറൊരു സ്വഭാവമാണ് പവിത്ര കാണുന്നത്. പവിത്ര ചോറ് മേടിച്ചു കൊടുക്കാനോ ഭക്ഷണം മേടിച്ചു കൊടുക്കാനോ ഒക്കെ പറഞ്ഞിട്ട് പോലും ഒരു വെള്ളം പോലും മേടിച്ചു കൊടുക്കുന്നില്ല. അപ്പോഴൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അരുൺ തളർന്നിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടി ഏതാണ്, ആ കുട്ടി ആരാണ്, ആ കുട്ടി ഇല്ല സോറി ആ കുട്ടി ആരുടെയാണ് എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ പവിത്രേനെ അവിടെ എന്താണ് ഒരു വളരെ മോശം സ്ത്രീ ആയിട്ട് തന്നെ അരുൺ കാണുകയാണ്. പതിയെ പതിയെ പമ്മി പമ്മി പൂച്ചയെ പോലെ നടന്നിട്ട് ഇവളെന്നെ ചതിക്കുകയായിരുന്നു, ഇവളെന്നെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പൊ ഇതിനൊക്കെ ഇടയിലായിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൗതമൻ ഇങ്ങനെ ഉറക്കമില്ലാതെയൊക്കെ നടക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പിങ്കി ചെല്ലുകയാണ്. അപ്പം പിങ്കി ചോദിച്ചു, എന്തു പറ്റി ഗൗതം എന്ന് ചോദിച്ചപ്പം, അതല്ല പിങ്കി, ഞാനിപ്പോ ആലോചിക്കുന്നത് എൻ്റെ മനസ്സ് വല്ലാത്തൊരു ദുർഘടാവസ്ഥയിലാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ആ കുട്ടിയുടെ ചോദ്യം ഇങ്ങനെ എൻ്റെ ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടേ ഇരിക്കുക. ഏതായാലും ഒന്ന് ഞാൻ ഉറപ്പിച്ചു, നിർമ്മൽ ഒരിക്കലും ആ കുട്ടിയുടെ അച്ഛനല്ല. അങ്ങനെ അച്ഛനായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ കുട്ടി എൻ്റെ പപ്പ ആര്, എൻ്റെ പപ്പ എവിടെയാണ് എന്നൊന്നും ചോദിക്കില്ലായിരുന്നു. ആ അച്ഛൻ്റെ സ്നേഹം കിട്ടിയേനെ, നിർമ്മലിന്റെ സ്നേഹം കിട്ടിയേനെ. അപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി പറയുന്നുണ്ട്, ഗൗതം, നിർമ്മൽ ഒരു അങ്കിള് മാത്രമാണല്ലോ, അത് എനിക്കറിയാം, അച്ഛനൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഏതായാലും ആ കുട്ടി വല്ലാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. അതിയായ ആഗ്രഹം തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛനെ കണ്ടുപിടിക്കണം എന്നും അതുപോലെ ഞാൻ അതിന്റെ അച്ഛനാകണമെന്നും ഒക്കെ അത് ആഗ്രഹിക്കുന്നു. ഒരു പിഞ്ചു കുട്ടിയുടെ മനസ്സല്ലേ, അവൾ ഇത്രയൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കണമെങ്കിൽ അവളുടെ മനസ്സിൽ എന്തുമാത്രം വിഷമം കിടന്നിട്ടായിരിക്കും, അവളുടെ അച്ഛനെ കുറിച്ച് എത്രമാത്രം ആഗ്രഹിച്ചിട്ടായിരിക്കും. എന്തോ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. യെസ് പറയണോ നോ പറയണോ ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യും? ആ കുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് സങ്കടം വരും, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ പിങ്കിക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കേട്ടോ. അപ്പൊ പിങ്കിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കി ഇതിപ്പം വലിയ കുരിശാകൂലോ തൊല്ലയാകൂലോ എന്നൊരു ചിന്ത നമ്മുടെ പിങ്കിയുടെ മനസ്സിലും വരുന്നുണ്ട്. ഏതായാലും ഈ സമയം തന്നെ നമ്മുടെ നന്ദുമോൻ വരികയാണ് അങ്ങോട്ട്. അപ്പൊ നന്ദുമോൻ വന്നിട്ട് പപ്പ പപ്പ പപ്പ, ഞാനോർത്തു പപ്പ ഉറങ്ങിന്ന്. അതേ പപ്പ, എനിക്കൊരു കാര്യം പപ്പയോട് പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യമോ മോന് പറയാനുള്ളത്? മോൻ പറഞ്ഞു. അത് പിന്നെ എനിക്ക് ഗൗരിമോളെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പറയാനുള്ളത്. നമുക്ക് ഗൗരിമോളെ അങ്ങ് അഡോപ്റ്റ് ചെയ്താലോ പപ്പ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പൊ ഈ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗൗതം വീണ്ടും പകച്ചു നിൽക്കുകയാണ്. അപ്പൊ പിങ്കി പറയുന്നുണ്ട്, മോനെ അങ്ങനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, അതിനൊക്കെ കുറെ ഇതൊക്കെ ഉണ്ട്, അതിനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് അനാഥയായിട്ടുള്ള ഒരു കുട്ടീനെ മാത്രമേ അഡോപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം നന്ദയുണ്ടല്ലോ, നന്ദയാണല്ലോ അമ്മ, അപ്പൊ നമ്മൾ എങ്ങനെ അഡോപ്റ്റ് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും, എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഗൗരിയുടെ അമ്മ ഡോക്ടർ ആന്റീനെയും കൂടെ അഡോപ്റ്റ് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും ആകെപ്പാടെ ഞെട്ടിപ്പോയിട്ടോ. പിങ്കി കണ്ണു തള്ളി നിൽക്കുന്നു, ഗൗതവും കണ്ണു തള്ളി നിൽക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ പിങ്കി പറഞ്ഞു, അതും പറ്റില്ല മോനെ, അങ്ങനെയൊന്നും പറ്റില്ല. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ,
എന്നാ പിന്നെ പപ്പേനെ അവർ അഡോപ്റ്റ് ചെയ്തെടുക്കട്ടെ, അവർ രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മുടെ പപ്പേനെ അഡോപ്റ്റ് ചെയ്യട്ടെ. ഏതായാലും എനിക്ക് ഗൗരിയെ വേണം, എൻ്റെ സിസ്റ്ററായിട്ട് എനിക്ക് ഗൗരിയെ വേണം. എല്ലാവർക്കും സിസ്റ്റർമാരുണ്ടല്ലോ, ബ്രദറൊക്കെ ഉണ്ടല്ലോ, എനിക്ക് മാത്രമാണല്ലോ സിസ്റ്ററും ബ്രദറും ഒന്നും ഇല്ലാത്തത്. എനിക്ക് വേണം ഗൗരിമോളെ, എനിക്ക് വേണം പപ്പ, പ്ലീസ് പപ്പ, നമുക്ക് എടുക്കാം പപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ ശാഠ്യം പിടിക്കാണ് കേട്ടോ. കുട്ടിക്ക് മുമ്പിൽ നമ്മുടെ നന്ദയ്ക്കോ അതുപോലെ പിങ്കിക്കോ ഗൗതമിനോ ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അവരും കടന്നു പോകുന്നത്. പിങ്കിക്ക് ഇപ്പം മനസ്സിൽ വല്ലാത്തൊരു വെപ്രാളവും പരവേശവും ഒക്കെ ഉണ്ട്. ഗൗതം കൈവിട്ടു പോകുമോ എന്ന് ചെറിയൊരു സംശയം എവിടെയോ പിങ്കിക്ക് കൊളുത്തിയിട്ടുണ്ട്. ഏതായാലും പിങ്കി പഴയ പിങ്കി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം മാറും, തകിടം മറിയും എന്നൊക്കെ അറിയാലോ. എന്തായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിങ്കിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി. അങ്ങനെ ലക്ഷ്മി ഓരോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അങ്ങോട്ടേക്ക് നന്ദുമോൻ ചെല്ലുന്നത്. നന്ദുമോൻ ചെന്നിട്ട് പറയാണ്, അതേ അച്ഛമ്മേ, എനിക്ക് അച്ഛമ്മയോട് ഒരു കാര്യം പെടാനുണ്ട്. എന്താ മോൻ ആവശ്യപ്പെടാനുള്ളത്? മോൻ എന്ത് ആവശ്യപ്പെട്ടാലും ഈ അച്ഛമ്മ അത് സാധിച്ചു തരുമല്ലോ. എങ്കിൽ പിന്നെ എനിക്ക് ഗൗരിമോളെ വേണം, എനിക്ക് ഗൗരിമോളെ എൻ്റെ സിസ്റ്ററായിട്ട് വേണം. നമുക്ക് അഡോപ്റ്റ് ചെയ്യാം അച്ഛമ്മേ. പപ്പയോ അമ്മയോ ഒന്നും സമ്മതിക്കുന്നില്ല, അവരെ നോയൊന്നും പറയുന്നില്ല. അച്ഛമ്മ പറ അച്ഛമ്മേ, പ്ലീസ് അച്ഛമ്മേ. അതിപ്പോ എന്ത് പറയാനാ? നോ, അതിന് ഞാൻ സമ്മതിക്കില്ല. അതെന്താ അച്ഛമ്മ അതിന് അച്ഛമ്മ സമ്മതിക്കാത്തത്? ഗൗരിമോള് പാവല്ലേ, ഗൗരിമോൾക്ക് അച്ഛനില്ലല്ലോ, അപ്പൊ നമുക്ക് അഡോപ്റ്റ് ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് അച്ഛന് ഗൗരിമോൾക്ക് കൊടുക്കാം. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് അങ്ങ് എന്തോ പോലെയായി. ലക്ഷ്മി പറഞ്ഞു, മോനെ എന്താ ഈ പറയുന്നത്? മോന്റെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ, അതുപോലെ അച്ഛനും മോനും മാത്രമല്ലേ ഉള്ളൂ. അതെ, ഞങ്ങൾക്ക് നിന്നെ മതി, നീയാ ഇവിടത്തെ കുഞ്ഞ്, അപ്പൊ അതുകൊണ്ട് തന്നെ നീയാ ഇവിടത്തെ മോന്. ഇനിയിപ്പം ഗൗരിമോള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഗൗരിമോളെയും സ്നേഹിക്കില്ലേ? അപ്പൊ പിന്നെ മോന് സ്നേഹം കിട്ടുമോ? അത് സാരമില്ല, സിസ്റ്ററിനെ സ്നേഹിക്കുന്നതിന് എന്താ ഇത്ര ബ്രദറിന് പ്രശ്നം ഇരിക്കുന്നത്? എന്റെ സ്കൂളിലുണ്ടല്ലോ എല്ലാ കുട്ടികൾക്കും ബ്രദറും സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, എനിക്ക് മാത്രം ആരും ഇല്ലാത്തത്. എനിക്ക് വേണം, എനിക്കൊരു സിസ്റ്ററിനെ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എങ്കിൽ പിന്നെ നീ നിന്റെ അമ്മയോട് പറ, നിനക്ക് നിന്റെ സ്വന്തം സിസ്റ്ററിനെ അമ്മ തരും. അല്ലാതെ നമുക്ക് ഗൗരി അഡോപ്റ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്. വേണ്ട, എനിക്ക് ഗൗരിയെ തന്നെ വേണം, എനിക്ക് ഗൗരിയെ തന്നെ എൻ്റെ സിസ്റ്ററായിട്ട് വേണം. ഗൗരി എന്നിട്ട് എൻ്റെ സ്കൂളിൽ ചേർക്കണം, ഈ വീട്ടിൽ നിർത്തണം, എൻ്റെ കൂടെ കളിക്കാൻ കൂടും. ഗൗരി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് സന്തോഷമാണെന്നറിയാമോ, എനിക്ക് എന്ത് ഹാപ്പിയാണെന്നറിയാമോ? ഞങ്ങൾക്ക് ഒരുമിച്ച് സ്കൂളിൽ പോവാമല്ലോ, പ്ലീസ് പ്ലീസ് അച്ഛമ്മ, സമ്മതിക്കച്ചമ്മ എന്നൊക്കെ പറയാം. എന്നാലും ഈ സമയത്ത് മോനെ നീ മാറിപ്പോക്കെ, പിന്നെ നമുക്ക് സംസാരിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ പിങ്കിയോട് ലക്ഷ്മി പറഞ്ഞു, കണ്ടല്ലേ വിഷം കുത്തി വെച്ചിരിക്കുക ആ കൊച്ചിന്റെ മനസ്സിൽ വിഷം കുത്തി വെക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവൾ ഈ ശാന്തിപുരം അവൾ ഇവിടുന്ന് ശാന്തിപുരത്തിലേക്ക് പോയില്ലെങ്കിൽ ഇനി പലരുടെയും മനസ്സിൽ വിഷം കുത്തി വെച്ചാല് അത് ഏറ്റവും കൂടുതൽ ആപത്ത് പിങ്കി നിനക്ക, നീ അത് മറക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ലക്ഷ്മി. ഏതായാലും നമ്മുടെ പിങ്കിക്ക് ഇതൊക്കെ കേട്ടിട്ട് വല്ലാത്തൊരു പേടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിർമ്മല വീട്ടിലെത്തുകയാണ്. അങ്ങനെ ശാന്തിപുരത്തേക്ക് പോകാൻ എടുക്കുകയാണ് നന്ദ. ഈ കുട്ടിയാണെങ്കിലോട്ട് വരുന്നുമില്ല, കുട്ടിക്കാണെങ്കിൽ നല്ല പനിയുമുണ്ട്. അപ്പം നിർമ്മല് വന്നിട്ട് പറയാ, എന്താ പിങ്കി നല്ല സോറി, എന്താ നന്ദ നിന്റെ തീരുമാനം? നീ ഒരു തീരുമാനം പറയാ. നീ കുട്ടിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ തീരുമാനിച്ചോ? അങ്ങനെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് വല്ലാത്ത സാഹചര്യത്തിലായിരിക്കും ഇനി എത്തിച്ചേരുക. അത് പിന്നെ ഞാന് സത്യങ്ങൾ തുറന്നു പറയാനോ? ഒരിക്കലും സത്യങ്ങൾ തുറന്നു പറയില്ല. നിർമ്മലിനോട് പറഞ്ഞതല്ലേ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും നിർമ്മലാണ് ഗൗരിയുടെ പപ്പ എന്നാ ഓർത്തിരിക്കുന്നത്. അത് ഞാൻ ഇതുവരെ നിർമ്മലിനോട് പറഞ്ഞില്ലല്ലോ. ഇതുപോലെ പല കാര്യങ്ങളും ഞാൻ പലരിൽ നിന്നും മറച്ചു വെക്കുന്നത് പലരും വേദനിക്കണ്ട എന്ന് ഓർത്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ സത്യങ്ങളൊന്നും വിളിച്ചു പറയണ്ട. അല്ല, ഇപ്പം നിർമ്മല് പോയി വിളിച്ചു പറഞ്ഞാൽ ഇത് സത്യങ്ങളൊക്കെയാണെന്ന് വിശ്വസിക്കുവോ? ഗൗതം വിശ്വസിക്കുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പിഴച്ചുവെറ്റ സന്തതി എന്നല്ലേ എല്ലാവരും അത് സംബോധന ചെയ്യുന്നത്. അത് മതി, എൻ്റെ കുഞ്ഞിനൊരച്ഛൻ വേണ്ട, അമ്മ മാത്രം മതി. ഞാൻ നിർമ്മലിനോട് പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന്, ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിർമ്മലിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് കേട്ടോ. നിർമ്മലിനാണെങ്കിൽ പറയാതെ ഇരിക്കാനും പറ്റത്തില്ല. കാരണം നിർമ്മലും നന്ദയും പറയാത്തിടത്തോളം കാലം ഇതൊന്നും പുറത്താരും അറിയാനും പോകുന്നില്ല. അവിടെ നമ്മുടെ നന്ദയ്ക്ക് തന്നെയാണ് പ്രശ്നം. അതുപോലെ തന്നെ ആ കുട്ടി അച്ഛന്റെ സ്നേഹം അനുഭവിച്ച് തന്നെയാണല്ലോ ഒരു മോള് വളരേണ്ടത്. ആ കുട്ടിക്കും അത് പ്രശ്നം തന്നെയാണെന്ന് നിർമ്മലിന് നല്ല ബോധ്യമുണ്ട്. എന്തായാലും നിർമ്മൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഗൗരിമോളാണെങ്കിൽ ശാന്തിപുരത്തേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഗൗരിമോൾക്ക് പനി വിറച്ച് തുള്ളാന്. ഗൗരിമോൾക്ക് നല്ല പനി. ആ ഒരു സാഹചര്യത്തിൽ പോകാനും പറ്റാത്തൊരവസ്ഥ. ഏതായാലും വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ആട്ടോ ഇവർ പോകുന്നത്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരുണിനെയും പവിത്രേനെയാണ്. അപ്പം അരുൺ പവിത്രേനെ അങ്ങോട്ട് വല്ലാണ്ടങ്ങ് എന്താ പറയുക, കൊല്ലാനുള്ള കലിയുണ്ട് കേട്ടോ. അങ്ങനെ
നമ്മുടെ അരുണിന്റെ ആത്മാവ് ഫ്രണ്ടിൽ വന്ന് നിന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ് പവിത്രയെ കുറിച്ച്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അരുണിൻ കുറെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കുന്നു, ഇങ്ങോട്ട് ആത്മാവും കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അരുൺ എന്താ ചെയ്യുന്നത്, പവിത്ര അവിടെ നിൽക്കുമ്പോൾ പവിത്രയുടെ കഴുത്തെ പിടിച്ച് ഞെക്കാനായിട്ട് ഇങ്ങനെ അങ്ങ് ചെല്ലുവാണ് കേട്ടോ. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും പവിത്രയുടെ കാര്യം പോക്കാന്ന് തോന്നുന്നു. ഈ പവിത്ര സത്യം പറയാത്തിടത്തോളം കാലം ഈ ഒരു സംശയവും അതുപോലെ തെറ്റിദ്ധാരണയൊക്കെ അരുണിനും ഉണ്ടാകും. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഫുൾ വിശേഷമാണ്. ഉച്ചയ്ക്ക് പ്രമോ വിശേഷമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.